ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം 2 സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ഇഷ്ടപരമ്പര സാന്ത്വനം തമിഴിലെ പോലെ തന്നെയാട്ടോ ഇപ്പോൾ സെയിം ആയിട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ കഥ തന്നെയായിരിക്കും തമിഴിലും. അനുശ്രീ അലോകിൻ്റെ കൂടെ പോവുകയും ചെയ്തു. അപ്പോൾ ഇനി നടക്കാൻ പോകുന്നതും തമിഴിലെ പോലെ തന്നെയായിരിക്കും. അതുകൊണ്ട് ആ ഒരു റിവ്യൂ ആണ് ഞാനിവിടെ പറയണേ കേട്ടോ. ഈ ഭാഗം എന്തായാലും മലയാളത്തിലും അങ്ങനെ തന്നെ വരാനാണ് 100% ഉറപ്പാണ്. അങ്ങനെ ബാലൻ്റെ അടുത്ത് കാലിൽ വീണ് നമ്മുടെ അനു പൊട്ടിക്കരയാണ്. അനുമോളുടെ ക്ഷമിക്കണം അച്ഛൻ അനുമോള് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുമ്പോഴേക്കും ബാലനും അറിയാം എന്തോ വലിയ കാരണത്തിന് പിന്നിലാണ് അനു ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ നമ്മുടെ ജീവൻ്റെ വീട്ടുകാർ പറഞ്ഞത്, ജീവൻ്റെ അമ്മ കാർപ്പിച്ച് തുപ്പിയതും ജീവൻ്റെ വീട്ടുകാരും ഒക്കെ തല കുനിച്ച് നാണം കെട്ടുപോയത്, ഇവരെ വഴക്ക് പറഞ്ഞത് ഒന്നും ബാലൻ്റെ മനസ്സിൽ നിന്നും അങ്ങ് പോകുന്നില്ല കേട്ടോ. എന്ത് പ്രാക്കണേ ആ ജീവൻ്റെ അമ്മ എന്നറിയോ? കാരണം ഒന്നും ചോദിക്കില്ല. അവളാണെങ്കിൽ മിണ്ടാതെ നിൽക്കുമല്ലേ. അതുകൊണ്ട് തന്നെ ബാലന് അഴിയനോട് ക്ഷമിക്കുന്നില്ല കേട്ടോ. ഇറങ്ങിപ്പോയി, ഇനി എൻ്റെ കൺമുന്നിൽ നിന്ന് കാണണ്ട എന്നൊക്കെ പറയുകയാണ്. ബാലനകത്തേക്ക് കയറി പോവുക, നെഞ്ച് തകർന്ന്. അത് കണ്ടിട്ട് നമ്മുടെ ഗോമതി പറയുന്നുണ്ട്, നീ ഒരിക്കലും നിർമ്മിക്കില്ലാടി, നീ ഒരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അകത്തേക്ക് പോവുകയാണ്. പിന്നെ 3 ഏടത്തിമാരുടെയും അവസരമാണ് ദേവി, മീനാക്ഷി, മിത്ര. ഇവർ 3 പേരും അനുവിനെ അടുത്ത് വന്നിട്ടുണ്ട്. മോളെ, നിന്നെ ഞങ്ങൾ അനിയനെ പോലെ 3 ഏടത്തിമാരെ കണ്ട് സ്വന്തം മോളെ പോലെ എന്നെ കണ്ടത് എന്നിട്ട് ചോദിക്കുകയാണ്, എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? ദേവേടത്തി കുഞ്ഞിനെ അവസ്ഥ അതെങ്കിലും നിനക്ക് ആലോചിക്കാൻ പാടില്ല. ആ കാലിൽ ഒരു തീരുമാനത്തിൽ നിന്നും പിന്മാറിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അനു കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നോട് എടുത്തിമാരെ ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ വേറെ ആരും ക്ഷമിച്ചാലും ഞങ്ങൾ ക്ഷമിക്കില്ല എന്ന് പണ്ട് മിത്രയും മീനാക്ഷിയും അകത്തേക്ക് കയറി പോവുകയാണ്. ദേവി ഒരു ദയനീയാവസ്ഥയോടുകൂടി അനുവിനെ നോക്കുന്നുണ്ട്. ദേവി പ്ലീസ് എന്ന് പറയുമ്പോൾ, സോറി മോളെ, ഈ കാര്യത്തിൽ എനിക്ക് നിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. നമ്മുടെ അച്ഛൻ്റെ വിഷമം എനിക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ലെന്ന് മോളെ, സോറി എന്ന് പറഞ്ഞിട്ട് ദേവി അകത്തേക്ക് കയറി പോവാണ്. അലോകും ആകാശവും അതുപോലെ തന്നെ നമ്മുടെ ആര്യനും ധർമ്മനും ആനന്ദും ഒക്കെ കയറിയിട്ട് അനുവിനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല. ഇനി നീയും ഞങ്ങളും തമ്മിലൊരു ബന്ധവും ഇല്ല, ഞങ്ങൾക്കൊരനീതിയില്ല, ഞങ്ങളുടെ അനിയത്തി മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആര്യനും ആകാശവും ആനന്ദും അകത്തേക്ക് കയറി പോവുക. ധർമ്മമാമനും അവരോട് ചോദിക്കുന്നത്, മോളെ സത്യം പറഞ്ഞ് നിന്നെ ആരെങ്കിലും ബലം ഉപയോഗിച്ചാണോ ഈ വിവാഹം കഴിപ്പിച്ചത്? എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? ഈ ദൈവമംഗലത്തെ എല്ലാവരും കൊന്നു കളയുമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും നിന്നെ ഭീഷണിപ്പെടുത്തിയോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ സുകന്യയും മുക്തിയും മാമൻ ഒന്നും നോക്കുന്നുണ്ട്. സുകന്യ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന രീതിയിൽ അവിടെ അങ്ങ് കേട്ടോ. അപ്പം അനു പറയുന്നുണ്ട്, ഇല്ല മാമ, ആരും നിർബന്ധിച്ചിട്ടൊന്നുമില്ല, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. ശരി മോളെ, നീ നന്നായിട്ട് വാർത്ത ഞാൻ പറയുന്നു എന്നും ധർമ്മമാമൻ പറഞ്ഞകത്തേക്ക് പോവുകയാണ്. സുകന്യ പറയുന്നുണ്ട്, നമ്മുടെ അലോക് ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞ് ആക്ഷൻ കാണിച്ചിട്ട് സുകന്യ അകത്തേക്ക് പോവുക. ശേഷം ദേവമംഗലം വാതിൽ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. നമ്മുടെ ബാലൻ ആരും അങ്ങോട്ട് അകത്തേക്ക് നോക്കാതിരിക്കാൻ വേണ്ടി വാതിലും ജനലും ഒക്കെ എല്ലാം പൂട്ടി അടച്ചു വെക്കുക കേട്ടോ. ബാല അങ്ങനെ അനു ഇങ്ങനെ വിഷമിപ്പിച്ച് പൊട്ടിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു സമയത്ത് ആലോക, എടി എന്തിനാണ് ഈ പിശാചി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറി? അപ്പോഴേക്കും നമ്മുടെ രാജശ്രീ അവിടെ ഇവിടേക്ക് വരുന്നുണ്ട്. എന്തായാലും ആലോക, നീ കലക്കിയുടെ വിചാരിച്ച പോലെ തന്നെ നീ ഇവളെ വിവാഹം കഴിച്ചല്ലോ, നന്നായി. അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അമ്മ എന്ത് നോക്കിയാൽ നിൽക്കുക, നിലവിളക്ക് റെഡിയാക്കി എടുത്ത് നിലവിളക്ക് റെഡിയാക്കുക, അനുമോള് വലുതുകാലം വെച്ച് കയറണം. കാലം കഴിയും മുമ്പ് പെണ്ണും ചെറുപ്പം വീട്ടിലേക്ക് കയറാൻ അമ്മ അമ്മ എന്തുദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അലോക ചൂടാവും കേട്ടോ സ്വന്തം അമ്മയോടെ. എടാ, ഇനി ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. അപ്പോൾ അച്യുതൻ പറയണ്ട, അതെ ഏട്ടാ, എന്തായാലും ഒരു പിള്ളേരുടെ വിവാഹം കഴിഞ്ഞു, അപ്പം നമുക്കൊരു റിസപ്ഷൻ വെച്ചാൽ എടാ മിണ്ടാതിരിക്കണം, ആദ്യം ഇവിടുത്തെ പ്രശ്നങ്ങളിലും കാര്യങ്ങളും ഒന്ന് കെട്ടിറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു അകത്തേക്ക് കയറി പോകാനായിട്ട്
അപ്പോൾ നമ്മുടെ രാജശ്രീ പറയുന്ന അച്ഛനോട് എന്നാൽ നമ്മുടെ മകൾ കലക്കിയിട്ട് അനുവിന് വിവാഹം കഴിക്കുന്നത്. അവൻ പറഞ്ഞപ്പോൾ ഇതുപോലെ ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. അതേടി എൻ്റെ മോൻ എന്നെയും തെറ്റിച്ചു കഴിഞ്ഞു എന്ന് പറയുകയാണ്. അങ്ങനെ അനുവിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ രാജശ്രീ നിലവിളക്കൊക്കെ കൊടുത്ത് വലതുകാല് വെച്ചിട്ട് കൃഷ്ണമംഗലത്തേക്ക് വീട്ടുവട്ടോ. അങ്ങനെ നമ്മുടെ അനുശ്രീ ആണെങ്കിൽ വലതുകാല് വെച്ചിട്ട് നമ്മുടെ കൃഷ്ണമംഗലത്തേക്ക് കഴിഞ്ഞിട്ട് അങ്ങനെ അനുവിൻ്റെ മനസ്സിൽ എന്ത് വെച്ചു കഴിഞ്ഞാലും എങ്ങനെയെങ്കിലും ഒക്കെ കൃഷ്ണമംഗലം കുളം തോണ്ടി നാറാണക്കടലെടുപ്പിക്കണമെന്നാണ് അനുവിൻ്റെ എന്ന് പറഞ്ഞിട്ട് വലതുകാല് വെച്ചിട്ട് ഇടതുകാല് വെച്ചിട്ടാണ് അനു അകത്തേക്ക് കയറുന്നത് കേട്ടോ. അവൾ പക വീട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ അലോകിൻ്റെ കൂടിയേക്കുന്നത്. അങ്ങനെ അകത്തേക്ക് കയറി കഴിയുമ്പോഴേക്കും നമ്മുടെ രാജശ്രീ പറയുന്നുണ്ട്, അടുത്തതായിട്ടാണ് നമ്മുടെ അവരുടെ റൂമൊക്കെ ഒന്ന് അലങ്കരിക്കേണ്ട, ഇന്ന് അവരുടെ ആദ്യരാത്രി അല്ലേ എടി, അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. എന്തായാലും നമുക്കൊരു റിസപ്ഷൻ അറേഞ്ച് ചെയ്യണം. നമ്മുടെ മോന് വിവാഹം കഴിഞ്ഞ് നമ്മുടെ കുട്ടി ആഘോഷിച്ച് വേണ്ടേടി വിവാഹം വിവാഹത്തിൻ്റെ റിസപ്ഷൻ എല്ലാവരും വിളിക്കണം, നമുക്ക് ആഘോഷമായിട്ട് നടത്തണം എന്നൊക്കെ പറയുകയാണ്. എന്തായാലും നിൻ്റെ മുഖത്ത് വിഷമം പോലെ ഇന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അല്ല അവൾക്ക് 75 പവൻ കൊടുക്കാമെന്ന് ബാലൻ പറഞ്ഞിരുന്നു. പിന്നെ 10 ലക്ഷം രൂപ വേറെ, പിന്നെ കാറ്, അതൊക്കെ നമ്മുടെ മോന് കിട്ടില്ലല്ലോ എന്നോർത്ത് ഒരു വിഷമം പോലെ എടി അവിടെ സ്വത്ത് പാകപ്പെട്ടുമ്പോൾ അനുവിൻ്റെ വിഭജിക്കുന്ന അനുക്ക് തന്നെ കിട്ടുന്നീ അതൊന്നും ഓർത്ത് ടെൻഷനാവില്ലേ. എന്തായാലും ബാലനും കോമഡിയും ഇന്ന് എല്ലായിടവും പോയി നാണം കിട്ടില്ല. ഇതിനേക്കാളും വലിയ എന്താടി നമുക്കിനി വേണ്ടത്. നീ നോക്കുക, വർഷങ്ങൾക്ക് മുമ്പ് കോമഡി നമ്മുടെ മുഖത്ത് കരി വാരി തേച്ച ബാലൻ്റെ കൂടെ പോയില്ലേ. ഇപ്പോൾ അതേ കോമഡിക്കും ബാലൻ്റെ മകൾ അവരുടെ മുഖത്ത് കരി വാരി തേച്ച് നമ്മുടെ മകൻ്റെ കൂടെ ഇറങ്ങി വന്നു. എടി അതാടി കർമ്മ ഫലം എന്നൊക്കെ പറഞ്ഞ സന്തോഷത്തോടെ ഇരിക്കുകയാണ് അവരങ്ങനെ റൂമിൽ. അനു ഇങ്ങനെ ഇരിക്കായിട്ട് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ അലോക് വരുന്നുണ്ട്. വാതിലിലൊക്കെ ഒക്കെയാണ്. എടി നീ എന്തുദ്ദേശിച്ചാടി ഈ താലിമാല കഴുത്തിൽ എണീന്നത്? ഞാനടി നിൻ്റെ കഴുത്തിൽ താലിമാല കിട്ടിയത്? നിങ്ങൾ കിട്ടിയത് എന്നല്ല, പക്ഷേ ഈ താലിമാല എനിക്ക് ആവശ്യമുണ്ട്. എൻ്റെ വിവാഹം മുടക്കിയിട്ട് നീ കോടീശ്വരിയുടെ വിവാഹം കഴിക്കണ്ട, ഇനി നിൻ്റെ ജീവിതത്തിൽ ഞാൻ മതി എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ അലോക് പറയുകയാണ്, അപ്പോൾ നീ പകരം കിട്ടുവാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാലും അലോകിന് പറയുകയാണ്. നിയമപരമായിട്ട് ഞാനിപ്പോൾ നിങ്ങളുടെ ഭാര്യയാണ്, ഇനി നിങ്ങൾക്ക് ഒരാളെ വിവാഹം കഴിക്കാൻ പറ്റില്ല, ഞാൻ ഡൈവേഴ്സ് ചെയ്യാതെ നിങ്ങൾക്ക് ഇനി വിവാഹം കഴിക്കാൻ പറ്റില്ല. ഇത് തന്നെയാണ് എൻ്റെ മധുര പ്രതികാരം. എൻ്റെ വീട്ടുകാരിൽ നിങ്ങൾ ചെയ്ത ഒരേ കാര്യത്തിൽ ഞാൻ നിങ്ങളെ കൊണ്ട് എന്നു വേണ്ടി പകരം കിട്ടിപ്പിച്ചു എന്ന് പറയുകയാണ്. അവിടെയൊക്കെ വാദ്യം മുട്ടിയാണ് നമ്മുടെ മുത്തശ്ശി കേട്ടോ. അപ്പോൾ അലോക് വാദ്യം തോന്നേണ്ട സമയം ഉച്ചയായിട്ടുള്ള അപ്പോഴേക്കും അവളെയും കയറ്റിക്കൊണ്ട് വാതിൽ അങ്ങോട്ട് അടച്ചോടായിട, അതിനൊക്കെ സമയവും കാലമൊക്കെ ഉണ്ടെന്ന് മുത്തശ്ശി അറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലോക് അകത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അപ്പം മുത്തശ്ശി ചോദിക്കുകയാണ്, മോളെ നീ എന്തിനാ മോളെ അലോകിനെ വിവാഹം കഴിച്ചത്? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അതുപോലെ നിനക്ക് അലോകിനെ വിവാഹം കഴിക്കണം എത്ര നിർബന്ധമാണെങ്കിൽ നിനക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരില്ലായിരുന്നോ? എന്തായാലും എൻ്റെ കൊച്ചുമോള് തന്നെ ഈ വീട്ടിലേക്ക് വന്നല്ലോ, അതിനെനിക്ക് സന്തോഷമുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ആദ്യരാത്രി ഒരുക്കങ്ങളൊക്കെ ആദ്യരാത്രി ഒന്ന് ആഘോഷിക്കണമെന്നൊന്നുമില്ല. ഇവരെ അലോകാണെങ്കിൽ അനുവിനെ കാണുന്ന അത്ര ദേഷ്യമാണ്. അനു ആണെങ്കിൽ രാവിലെ തന്നെ പുറത്തേക്ക് പോകട്ടോ. അപ്പോൾ അലോക് നമ്മുടെ അമ്മയോട് ചോദിക്കണം, അമ്മ അവൾ എവിടെ പോയി? അനു അവളോട് അമ്പലത്തിൽ അതുപോലെ പോയതോ? പിന്നെ ഷോപ്പിങ്ങൊക്കെ ഉണ്ടാവും. അവളുടെ സാധനങ്ങളൊക്കെ കൃഷ്ണമംഗലത്തല്ല, ഇവിടെ അവൾക്കൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അവൾ എന്തെങ്കിലും മേടിക്കാൻ പോയതായിരിക്കും പറയണം. അപ്പൊ നോക്കുമ്പോഴത്തേ അനു ഒരു കാറൊക്കെ പിടിച്ച് അവിടേക്ക് കവറൊക്കെ പിടിച്ച് അവിടേക്ക് കയറി വരുന്നു. ഇവൾക്ക് അതിന് ഇവിടുന്ന് പൈസ കൈ വീശിയിട്ടാണല്ലേ വീട്ടിൽ നിന്ന് എഴുതുന്നത്. പിന്നെ ഇവൾക്ക് ഇങ്ങനെ പൈസ എന്നൊക്കെ അലോക് വിചാരിക്കുന്നു. നോക്കുമ്പോൾ നമ്മുടെ അനു അകത്തേക്ക് വന്നിട്ട് ഇത് പറയാത്തേ, എനിക്ക് കുറച്ച് ആഭരണങ്ങളൊക്കെ വാങ്ങിച്ചു. എനിക്ക് ആഭരണങ്ങളൊന്നും ഇല്ലായിരുന്നു, ഇതൊക്കെ ഗോൾഡ് കവറിങ്ങായിരുന്നു. ആഭരണങ്ങളൊക്കെ വാങ്ങിച്ചു. കല്യാണം കഴിയുമ്പോൾ അച്ഛൻ ആഭരണം ഇട്ട് തരുള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ ആഭരണങ്ങളൊക്കെ വാങ്ങിച്ചു. ഒരു 10-20 പവൻ ആഭരണം വാങ്ങിച്ചു. പിന്നെ ഉടുക്കാൻ നല്ല വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിച്ചു. പിന്നെ എനിക്ക് മേക്കപ്പ് സാധനങ്ങൾ, എൻ്റെ സ്കിൻ കെയർ സാധനങ്ങൾ, പിന്നെ എനിക്ക് മാത്രമല്ല കുറച്ച് സംഭവങ്ങൾ, അത് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയതാണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ പൈസ ഉണ്ടായിരുന്നു. ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡും ഒക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ ഇപ്പോൾ പഠിക്കൂലേ അമ്മ, പിന്നെ എൻ്റെ കയ്യിൽ എങ്ങനെയാണ് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും എന്നൊക്കെ പറയാണല്ലോ.
പക്ഷേ അതൊക്കെ അലോകിനാണ് മാത്രം എന്തെയോ എടി മഹാഭാവിയിൽ എൻ്റെ ക്രെഡിറ്റ് കാർഡാണോ ഡെബിറ്റ് കാർഡും ഒക്കെ നീ എടുത്തിട്ട് പോയേ. എടുത്തിട്ട് പോയി, ഇനി മുതൽ നിങ്ങളെല്ലാം എൻ്റെ അല്ലേ എന്ന് പറഞ്ഞിട്ട് അനു അകത്തേക്ക് കയറി പോവുകയാണ്. ഇത് കേൾക്കണം മുത്തശ്ശി അനുവിൻ്റെ കൂടെ മുറിയിലേക്ക് പോയിട്ട് പറയും, മോളെ തലയ്ക്ക് അവൻ്റെ കൊടുക്കാൻ പറ്റുന്ന നല്ല അടി തന്നെയാണ് മോളെ കൊടുത്തത്. ഇത് ഇന്നത്തോടെ അവൻ്റെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒക്കെ തീർന്നു. ഇനി അവൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ കിടക്കുന്നുണ്ട്. വേറെ അക്കൗണ്ട് അതാർക്കും അറിയില്ല. ആ പൈസ നീ തീർക്കണം. അതൊക്കെ ഞാൻ ഏറ്റു മുത്തശ്ശി. നാളെ ഞാൻ എൻ്റെ ഒരു കാർ എടുക്കാൻ വേണ്ടി പോവാ. അതിന് നിനക്ക് കാറൊക്കെ ഓടിക്കാൻ അറിയുമോ എന്ന് ചോദിക്കുകയാണ്. ഓടിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി പോവാ. അത് പുതിയ കാറാകുമ്പോൾ നല്ലതല്ലേ. ആലോകിൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടാവും മുത്തശ്ശി? അത് ആർക്കും പറയാത്ത പൈസ ഇവൻ ഇവിടുന്ന് അടിച്ചു മാറ്റുന്ന പൈസ എൻ്റെ പൈസ ഉണ്ട്. ഒരു 4 ലക്ഷം രൂപ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒരു 3-74 ലക്ഷത്തിൻ്റെ രൂപ കാർ എടുക്കാനല്ലേ മുത്തശ്ശി? അതേ മോളെ കലക്ക് എന്ന് പറയുകയാണ്. അങ്ങനെ ആലോകിൻ്റെ പൈസ കൊണ്ട് കാറും ലക്ഷറും ആയിട്ട് ജീവിതം ഒന്ന് അയക്കുകയാണ് നമ്മുടെ അനു കേട്ടോ. അപ്പോൾ അനു പകരം വീട്ടം തന്നെയാണ് ഇങ്ങനെയൊക്കെ ഒരുങ്ങി കൊടുത്തേക്കണേ. അങ്ങനെ അവൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയൊക്കെ എടുത്ത് സ്വർണവും കാറും ഡ്രസ്സും ഒക്കെ വാങ്ങിച്ച നമ്മുടെ അനു ഇങ്ങോട്ട് വരുവാണ്. കാറൊക്കെ കണ്ട എല്ലാവരും അന്തം വിട്ടു. ആലോകിൻ്റെ കാശും കൊണ്ട് കാറ് വാങ്ങിച്ചത്, ഡ്രസ്സ് വാങ്ങിച്ചതൊക്കെ അത് കഴിഞ്ഞതിന് ശേഷമാണ് അറിയുള്ളൂ. ഇതാണ് നാളെ വരാൻ ഇരിക്കുന്നത്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് എന്ത് അഭിപ്രായമാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇവിടെ ആ ബട്ടൺ കൂടെ എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും ബട്ടൺ ഓണാക്കിയിട്ടാൽ മാത്രമേ വരുള്ളൂ. അതിൻ്റെ കൂടെ ഒരു ഹൈപ്പ് അതും കൂടി ഒന്ന് നമുക്കുള്ളൂ. ഓക്കെ കൂട്ടുകാരെ, അടുത്ത വീഡിയോയുമായി നാളെ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.